ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ മുൻപ് കോഡിംഗ് പഠിച്ച സമയത്ത് 4 യൂട്യൂബ് ചാനൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും റെഫർ ചെയ്ത് പഠിച്ചത് ആ യൂട്യൂബ് ചാനൽസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഡോക്യുമെൻ്റ് ഒക്കെ റീഡ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലവർക്കത് പറ്റിയേക്കാട്ടും എനിക്കറിയത്തില്ല. എനിക്കത് എന്തായാലും പോസിബിൾ അല്ലായിരുന്നു. ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കണ സമയത്ത് എന്താ പറയുക, ഇതെന്താ സംഭവം, ഞാൻ കയറുന്നതിനേക്കാളും സ്പീഡിൽ എന്ത് ചെയ്യും, ഇറങ്ങിപ്പോരും. അപ്പം എനിക്ക് ഡോക്യുമെന്റ്സ് എന്തായാലും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സീന്നാണ് കേട്ടോ. ഡോക്യുമെന്റ്സ് എനിക്ക് പറ്റാവുന്ന കുറച്ചും കൂടി മനസ്സിലാവുന്ന ആ ടൈമിൽ ഡോക്യുമെന്റ് എനിക്ക് തോന്നുന്നു W3 സ്കൂളായിരിക്കും. അപ്പോൾ എനിക്ക് യൂട്യൂബിലോട്ട് കയറിയപ്പോൾ ഞാൻ സി ആണ് ഫസ്റ്റ് പഠിച്ചു തുടങ്ങി. സീൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ ഇഫ് കണ്ടീഷനും അതുപോലെ വേരിയബിൾസും ഫങ്ഷൻസും ലൂപ്പും മാറിയൊക്കെ ഞാൻ പഠിച്ച് ജസ്റ്റ് വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏതെങ്കിലും റാൻഡം മലയാളം വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചാനൽസ് ആണ് ഈ 4 ചാനൽസ്. അതിലൊന്നാമത്തെ ചാനലാണ് ജെന്നീസ് ലെക്ചർ. അതായത് ഇതിൽ സീൻ്റെ ബേസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ, അതായത് നമുക്ക് എന്താണ് അതിൽ വേണ്ടത്, നമുക്കൊരു കമ്പൈലറിനെ പറ്റി അറിയണോ, അല്ലെങ്കിൽ DSN ഡാറ്റ സ്ട്രക്ചറിനെ പറ്റി അറിയണോ, അല്ലെങ്കിൽ ലോജിക്ക് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ലോജിക്ക് ബിൽഡ് ചെയ്യുക, ഇപ്പോൾ പാറ്റേൺസ് പ്രിന്റ് ചെയ്യുന്നത്, അറേൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ജെന്നീസ് ലെക്ചറിൽ ഫുൾ ട്യൂട്ടോറിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ട് പഠിച്ചാൽ തന്നെ നമ്മളൊരു പ്രോഗ്രാമർ ആയിരുന്നു വേണമെങ്കിൽ പറയാം. അത്ര അധികം ട്യൂട്ടോറിയൽസ് ആ ചാനലിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ വേറെ ഏത് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നതിനേക്കാളും, ഇപ്പോൾ ജാവ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, പൈത്തൺ ആയിക്കോട്ടെ, ഇതൊക്കെ പഠിക്കാൻ പോകുന്നതിനേക്കാളും മുൻപ് നിങ്ങൾ സി പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സീൻ്റെ ഒരു ബേസിക്സ് കിട്ടും, ഒരു ലോജിക്കൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് സി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ചാനലാണ് ജെന്നീസ് ലെക്ചർ എന്നുള്ളത്. രണ്ടാമത്തെ ചാനലാണ് അക്ഷയ് സൈനി. നിങ്ങളിപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡെവലപ്പർ ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മേൺ സ്റ്റാക്കാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്ഷയ് സൈനി അടിപൊളിയാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കോർ കൺസെപ്റ്റ്സ് ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നു, അതിങ്ങനെ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ സമയത്ത് ഓരോന്നിങ്ങനെ വരച്ച് കാണിച്ച്, അതുപോലെ നല്ല രീതിയിൽ സ്റ്റോറിയൊക്കെ ടെൽ ചെയ്തിട്ടാണ് നമുക്ക് ഒരു സ്റ്റോറി രീതിയിലായിരിക്കും പുള്ളി പറഞ്ഞു തരുന്നുണ്ടാവാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്യൂട്ടോറിയലാണ് നമസ്തേ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ എനിക്ക് തോന്നുന്നു ജാവാസ്ക്രിപ്റ്റിൻ്റെ അല്ലാണ്ട് റിയാക്റ്റിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ വിസിറ്റ് ചെയ്യാറില്ല, ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്യാറൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രീലാൻസ് വർക്കും കാര്യങ്ങളും അതുപോലെ പുതിയ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ നോക്കിയ ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ചാനലാണ് അക്ഷയ് സൈനിയുടെ. ഇനി മൂന്നാമത്തെ ചാനലും നാലാമത്തെ ചാനൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസിന് എല്ലാവർക്കും അറിയാവുന്ന ചാനൽ തന്നെയാണ് ഡീബഗ് മീഡിയ. ഡീബഗ് മീഡിയൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും. എന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞു പോവില്ല. പെട്ടെന്ന് കാര്യങ്ങൾ പറയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുകയും ചെയ്യും. അതോരോട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചാനലാണ് ഡീബഗ് മീഡിയ. അപ്പോൾ ഡീബഗ് മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറിന് HTML CSS അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് ഉണ്ട്. പിന്നെ അതുപോലെ റിയാക്റ്റിൻ്റെ ഉണ്ട്, പിന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ. എനിക്ക് അക്ഷയ് സൈനിയുടെ കോൾ ബാക്ക് മനസ്സിലാവും, പക്ഷേ എനിക്ക് മലയാളം കൂടി കേട്ടാലൊന്നും മനസ്സിലാവുള്ളൂ എന്ന് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഡീബഗ് മീഡിയൻ്റെ ഒരു ട്യൂട്ടോറിയൽ എടുക്കും. അതിലൊരു വീഡിയോ കോൾ ബാക്കിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, കോൾ ബാക്കിൻ്റെയും അതുപോലെ കോൾ ബാക്ക് ഹെല്ല് പ്രോമീസിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട്. അതും കൂടി കാണുമ്പോഴാണ് എനിക്കൊന്ന് മനസ്സിലാവും. ചില കാര്യങ്ങൾ എനിക്ക് ഇംഗ്ലീഷിൽ കേട്ടാലൊന്നും മലയാളത്തിൽ കേട്ടില്ലേ, എന്താ പറയുക, ഒരു ആശ്വാസക്കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഡീബഗ് മീഡിയൻ്റെ ചാനൽ വന്നിട്ടായിരിക്കും വിസിറ്റ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഡീബഗ് മീഡിയം അത്യാവശ്യം മലയാളത്തിൽ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന നല്ലൊരു ചാനലാണ്. ഇനി നാലാമത്തെ ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ഡയറി. അതായത് നമുക്ക് ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സിന് എന്തായാലും മസ്റ്റായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ചാനലാണ് വെബ് ഡയറി എന്നുള്ളത്. ഇനിയിപ്പോൾ വെബ് ഡയറിയിൽ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഫുൾ ട്യൂട്ടോറിയൽ ഉണ്ട്. ഈ ട്യൂട്ടോറിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിൽ നമുക്ക് ഒന്നും അറിയാത്തൊരു കുട്ടിക്കായാൽ പോലും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കിച്ചണിലെ ഓരോ ഐറ്റംസ് എടുത്തിട്ട് മെല്ലെ അത് സ്റ്റോറി ആക്കി അതൊരിങ്ങനെ എക്സാമ്പിളുകൾ ഭയങ്കര നമുക്ക് മനസ്സിലാവും, ബിഗിനർ ഫ്രണ്ട്ലി രീതിയിൽ പറഞ്ഞു തരും. അപ്പോൾ ഒരു സ്ലോ ആയിട്ട് ലേൺ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അത് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കത്തിനും നമുക്ക് മനസ്സിലാവുന്ന വരെ ആ വീഡിയോയിൽ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് വീഡിയോസ് ഇട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സ് മസ്റ്റായിട്ട് അത് വിസിറ്റ് ചെയ്യണം. പുള്ളി ഒരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ ആണെന്ന് തോന്നുന്നു, ഞാൻ പുള്ളിയുടെ വീഡിയോസ് കാണുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 യൂട്യൂബ് ചാനൽസ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ അവരെ പുകഴ്ത്തി പറഞ്ഞതൊന്നുമല്ല, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. എന്നെ ഹെൽപ്പ് ചെയ്ത് 4 ചാനൽസ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കരുത് ഇനി അവരോട് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവരോട് എനിക്ക് പേഴ്സണൽ കണക്ഷൻ കൊണ്ടോ ഒന്നല്ല. ജസ്റ്റ്
എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്ത്. നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്ത് ചെയ്യുക, അടിയിൽ കമൻറ്റ് ഇടുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതുപോലെ ട്യൂട്ടോറിയൽസ് ചെയ്ത് കണ്ട് പഠിക്കണം എന്ന് നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏത് ട്യൂട്ടോറിയൽസ് ആണ്, നെക്സ്റ്റ് ഏത് വീഡിയോസ് ആണ് വേണ്ടതെന്നും കൂടി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമുക്കത് ചെയ്യാം.